ഒരിക്കൽ കൂടി തിരികെ ഡാനിയിലേക്ക്. ഡാനി, തൃശ്ശൂരിലെ കാര്യം ഒരുപക്ഷെ സംസ്ഥാനത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൗതുകമുള്ള ജില്ലകളിലൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപിയുടെ മാത്രം ഒരു സുരേഷ് ഗോപി ഇഫക്റ്റ് ആയിരുന്നു. അതിനപ്പുറത്ത് BJPക്ക് അവിടെ ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും തൃശ്ശൂരിലെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ നിലയ്ക്ക് എങ്ങനെയൊക്കെയാണ് മറ്റു മുന്നണികളും NDAയും ഒക്കെ തൃശ്ശൂരിൽ അവരുടെ പ്രവർത്തനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നത്? ശ്രീജ പറഞ്ഞത് 100% ശരിയാണ്. കാരണം തൃശ്ശൂർ സംബന്ധിയായ കാര്യങ്ങളിൽ തൃശ്ശൂരിൽ BJP എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നതിനപ്പുറം അവിടെ സുരേഷ് ഗോപിയിലൂടെ BJPക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് അവിടുത്തെ ചോദ്യം. കാരണം അവിടെ BJP എന്ന് പറയുന്നത് തീർച്ചയായും സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു ലേബൽ തന്നെയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധി, തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു പരിധി എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം പൂർണ്ണമായും ഉൾപ്പെടുന്നതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എന്നതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ നിയമസഭാ സമയത്ത് ഏതാണ്ട് കോർപ്പറേഷൻ വാർഡുകളിൽ 20ഓളം സ്ഥലത്ത് BJPക്ക് മുന്നേറ്റമുണ്ടായി എന്നതാണ് പറയുന്നത്. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് വരുമ്പോൾ അത് 35ലധികം സ്ഥലത്തുണ്ടായെന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയോ കാര്യവുമല്ല. പക്ഷെ അത് അവിടുത്തെ ഒരു തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് വരുമ്പോൾ അത് അവർക്ക് നേടാൻ കഴിയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ചോദ്യം. അതിന് അവിടെ ഉണ്ടായിരിക്കുന്ന ചില ഗതിവിഗതികളുണ്ട്. പ്രത്യേകിച്ച് അവിടെ മേയർ കുറിച്ച് തന്നെ പറയുമ്പോൾ അദ്ദേഹം കൂടുതലും ആഭിമുഖ്യം പുലർത്തുന്നത് BJPയോടാണെന്നൊരു പൊതുപരാതി നിലവിലുണ്ട്. പൊതുപരാതി എന്ന് പറയുന്നത് UDF ഉയർത്തി കാണിക്കുന്നതാണ്. UDF അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ മറ്റ് വഴികളില്ല എന്നൊരവസ്ഥയിലാണ് ഇടതുമുന്നണി നിൽക്കുന്നത്. കാരണം അവർക്ക് ഭരണം നിർത്തണമെങ്കിൽ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അദ്ദേഹത്തെ മാറ്റുകയാണെങ്കിൽ ഭരണം തന്നെ മാറുന്നൊരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് അദ്ദേഹവുമായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ UDF ആരോപിക്കുന്നത് പോലെ അത് സഹിക്കുക എന്നൊരു കാര്യം മാത്രമേ അവർക്ക് ചെയ്യാനുണ്ടായുള്ളൂ എന്നാണ് UDF പറയുന്നത്. എന്തായാലും ഈ ചേരുവകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉരകല്ല് തൃശ്ശൂരായി മാറുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് കോർപ്പറേഷൻ ഭരണമാണ്. അത് സംസ്ഥാന രാഷ്ട്രീയം തന്നെ പൊതുവായി അവിടേക്ക് ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്ത് ചലനങ്ങൾ അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി ആകട്ടെ വളരെ സജീവമാണ് മണ്ഡലത്തിൽ, കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് സജീവമാണ്. അദ്ദേഹം കലുങ്ക് ചർച്ചകളായാലും കോഫി വിത്ത് SG എന്ന് പറഞ്ഞ പുതിയ ഫോർമാറ്റിലേക്ക് അത് മാറുന്നു. അങ്ങനെ ഈ മണ്ഡലത്തിൽ വളരെ സജീവമായിട്ടുള്ളൊരു ഇടപെടലുകളെല്ലാം തന്നെ നടത്തിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു സാക്ഷ്യപത്രം നൽകുന്നത് മേയർ പലപ്പോഴും അത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ സഹായകരമായിട്ടുണ്ട്. താനിവിടെ രാഷ്ട്രീയം നോക്കുന്നില്ല, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് താൻ നോക്കുന്നതെന്നെല്ലാം തന്നെ ന്യൂസ് 8നോട് തന്നെ അദ്ദേഹം ഒരിക്കൽ പ്രതികരിച്ചതുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാമാണ് അവിടെ മണ്ഡലത്തിൽ പോകുന്നത്. അവിടെ സുരേഷ് ഗോപി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തു എന്നതാണ്. BJP എന്നതിനപ്പുറം സുരേഷ് ഗോപിയിലൂടെ BJPക്ക് എന്ത് നേടിയെടുക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തീർച്ചയായും പരിശോധിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതാണ് ഇടതുമുന്നണിയും വലതുമുന്നണിയും എല്ലാം തന്നെ ആലോചിക്കുന്നത്. കാരണം ഇത്തവണ ആ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണ 6 സീറ്റുകൾ നേടാനായിരുന്നെങ്കിൽ ഏതാണ്ട് 10ഓളം സീറ്റുകൾ തങ്ങൾക്ക് 2ാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് BJP പറയുന്നത്. ആ വാദം അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയെടുത്ത വോട്ടുകളുടെ ഒരു മുന്നേറ്റം വാർഡുകളിലുണ്ട് എന്ന് പറയുന്നത് 30 വാർഡുകളിലധികമാണ്. വലിയ രീതിയിലൊരു മെജോറിറ്റിയാണത്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു അട്ടിമറി വിജയമാണ് BJP അവിടെ ലക്ഷ്യമിടുന്നത്. അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ അതിനെ തടയിടാൻ കഴിയുമോ, അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചർച്ചകൾ തന്നെയാണ് സ്വാഭാവികമായും ഇടതുമുന്നണിയിലും UDFിലും എല്ലാം തന്നെ നടക്കുന്നത്. അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നതാണ്. അത് അത്തരം സ്ഥാനാർത്ഥികളെ ഉപയോഗിച്ച് പൊതുസമ്മതത്തിലേക്ക് നീങ്ങാനുള്ള വലിയ സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് രണ്ട് വിഭാഗവും ആ രീതിയിൽ തന്നെ ആലോചിക്കുന്നു. LDF UDFും തന്നെ ആ രീതിയിൽ ആലോചന നടക്കുമ്പോൾ BJPയും അതേ സ്ട്രാറ്റജി തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പൊതുസമ്മതർ എന്ന് പറയുന്നവരെ സ്വന്തമാക്കാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവേ നടക്കുന്ന വലിയ മത്സരങ്ങൾ എല്ലായിടത്തും തന്നെ നമുക്ക് കാണാം. തൃശ്ശൂരിലും അത് വളരെ പ്രകടമാണ്. അത്തരം പൊതുസമ്മതരെ തങ്ങൾക്കൊപ്പം നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഒപ്പം ഇങ്ങനെ ആളുകളുണ്ട് എന്നതെല്ലാം തന്നെ ലേബൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തൃശ്ശൂരിലും അത് കൃത്യമായി പ്രതിഫലിക്കും എന്ന് ഈ മുന്നണികളെല്ലാം തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും അവിടെ BJPയുടെ ഇത്തരം നാളത്തെ പ്രവർത്തനങ്ങളുടെ ആ ചേരുവകളുടെ ഒരു പരീക്ഷണമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.
വീണ്ടും നമ്മൾ ഈ വാർത്തകളിലേക്ക് തിരിച്ചു വരും. അതിനിടെ ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഒരു പ്രതികരണം വരുന്നു. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഇടതുമുന്നണി പൂർണ്ണമായി ഒരുങ്ങിയെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തുടർ ഭരണത്തിന്റെ ഗുണമുണ്ടാവും, ദുഷ്പ്രചരണങ്ങൾ എക്കാലവും ഉണ്ടാവും, അത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയുമെന്നും MA ബേബി പറഞ്ഞു. CPIM മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ സജ്ജമായി LDFും CPMും നിൽക്കുന്നു. തുടർച്ചയായിട്ട് LDFിന്റെ ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു എന്നതും മഹാഭൂരിപക്ഷം ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നതും എത്ര ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ജനങ്ങളോട് എത്ര ആത്മാർത്ഥമായ പ്രതിബദ്ധതയോടുകൂടി LDF നീങ്ങുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് അതിന്റെ ഗുണം ഈ തെരഞ്ഞെടുപ്പിൽ LDFിന് ഉണ്ടാകാൻ പോവുക. അതാണ് യാഥാർത്ഥ്യം. ഇനി തർക്കങ്ങളുടെ കാലമാണ്. തർക്കങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് എല്ലാ മുന്നണികളിലുമുള്ള വെല്ലുവിളി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചെട്ടിവിളാകം വാർഡിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി CPIയിലാണ് തർക്കം. പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയ ആളെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമമെന്ന് ആരോപിച്ചാണ് രാജ്യഭീഷണിയുമായി പ്രാദേശിക നേതാക്കൾ രംഗത്തെത്തിയത്. കുടപ്പനക്കുന്ന് വാർഡ് മുൻ അംഗമായിരുന്ന CL രാജനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലാണ് ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുള്ളത്. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്ന് 10:30 CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് ചേർന്ന് സ്ഥാനാർത്ഥികളെ അന്തിമമായി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. 17 വാർഡുകളിലാണ് തലസ്ഥാനത്ത് നഗരസഭയിലേക്ക് CPI മത്സരിക്കുന്നത്. അതിൽ 16 സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. ചെട്ടിവിളാകം വാർഡിൽ തർക്കം കാരണം ഇന്നലെ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. അത് ഇന്ന് DC എക്സിക്യൂട്ടീവ് ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാണ് ആലോചന. പക്ഷെ ഇപ്പോഴും അവിടെ ശക്തമായ എതിർപ്പ് തുടരുകയാണ്. രാജൻ എന്ന നേരത്തെ കുടപ്പനക്കുന്ന് വാർഡംഗമായിരുന്ന ആളെയാണ് വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ CPI ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നതെന്ന് അവിടുത്തെ പ്രാദേശിക പ്രവർത്തകർ പറയുന്നു. ഇയാൾ കുടപ്പനക്കുന്ന് വാർഡംഗമായിരിക്കുമ്പോൾ ഒരു സാമ്പത്തിക ആരോപണത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അയാളെ തിരികെ കൊണ്ടുവന്ന് വീണ്ടും സ്ഥാനാർത്ഥിയാക്കാനാണ് ശ്രമമെന്നാണ് ആരോപണം. അങ്ങനെ വന്നാൽ അവിടെ പാർട്ടി വിടുമെന്ന ഭീഷണിയുമായി നിരവധി പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. അതാണ് CPIയിൽ ഇപ്പോഴുള്ള ഒരു തർക്കം. നേതൃത്വം തീരുമാനിക്കുന്ന ആൾ തന്നെ വരുമോ, അല്ലെങ്കിൽ പ്രവർത്തകരുടെ വികാരം മാനിക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. വലിയ തർക്കങ്ങൾ നേരത്തെ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നതാണ് CPIയിൽ. അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതിന്റെ ഭാഗമായാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നേതൃത്വത്തിന്റെ ഇടപെടൽ തടയാൻ പ്രവർത്തകർ ഇപ്പോൾ രംഗത്ത് വരുന്നത്. തങ്ങളുടെ എതിർപ്പ് അവഗണിച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ പാർട്ടി വിടുമെന്ന പ്രഖ്യാപനവുമായും ഭീഷണിയുമായാണ് ചില നേതാക്കളും പ്രവർത്തകരും പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിട്ടുള്ളത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയത്ത് ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, അവിടെ UDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി, അവിടെ വലിയ തർക്കങ്ങളില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴത്തേക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാവും? ശ്രീജിത്ത്, ചർച്ചകൾ തുടരുന്നതേ ഉള്ളൂ. എപ്പോൾ പ്രഖ്യാപനം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. വൈകാതെ പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും കോട്ടയത്തെ UDFിന്റെയും ശ്രമം. പ്രത്യേകിച്ച് മുസ്ലിം ലീഗാണ് കഴിഞ്ഞ തവണയും ഒരു സീറ്റെങ്കിലും തങ്ങൾക്ക് ജില്ലയിൽ വേണം. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട നഗരസഭയൊക്കെ മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. അവർക്ക് അവിടെ സ്വാധീനവുമുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ജില്ലയിൽ ഒരു സീറ്റെങ്കിലും വേണം ജില്ലാ പഞ്ചായത്തിലേക്ക് എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അത് അംഗീകരിച്ചില്ല. ഇത്തവണ വീണ്ടും അതേ ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. കഴിഞ്ഞ തവണയും ചോദിച്ചത് എരുമേലി ഡിവിഷനായിരുന്നു. എരുമേലിയിൽ കഴിഞ്ഞ തവണ CPI ആണ് വിജയിച്ചത്. ഇത്തവണ ആ സീറ്റ് ചോദിക്കുന്നു. തങ്ങളാണെങ്കിൽ ആ സീറ്റ് UDFിന് വേണ്ടി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. അതല്ല എങ്കിൽ മുണ്ടക്കയം, അവിടെ CPM ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുണ്ടക്കയം ഡിവിഷനെങ്കിലും തങ്ങൾക്ക് വേണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും അക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. പ്രത്യേകിച്ചൊരു വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെ കോൺഗ്രസ് നേതൃത്വമൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ 9 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും 13 ഇടത്ത് കോൺഗ്രസുമായിരുന്നു മത്സരിച്ചിരുന്നത്. ഈ 9 സീറ്റിൽ കേരള കോൺഗ്രസ് മത്സരിച്ചെങ്കിലും UDF കോൺഗ്രസ് ഇത്രയും മത്സരിച്ചെങ്കിലും കഴിഞ്ഞ തവണ ആകെ 7 സീറ്റിൽ മാത്രമേ ജില്ലാ പഞ്ചായത്തിൽ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. കാലങ്ങളായി UDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെയൊക്കെ കേരള കോൺഗ്രസ് മുന്നണി വിട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി കോൺഗ്രസിനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും വലിയൊരു ആഘാതം ഉണ്ടാക്കിയിരുന്നു. ആ ആഘാതത്തിൽ നിന്ന് മറികടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും ചില സീറ്റ് കോൺഗ്രസ് അധികമായി ഏറ്റെടുക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ ജോസഫ് ഗ്രൂപ്പും അതിന് വഴങ്ങിയിട്ടില്ല. എന്തായാലും വൈകാതെ തർക്കങ്ങളുണ്ട്, തർക്കങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ആ തർക്കങ്ങൾ പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് UDFിൽ നടക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും
തർക്കങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഉടൻ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങാനാണ്. തിരുവനന്തപുരത്തൊക്കെ നേരത്തെ തന്നെ ഏതാണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രതീതിയാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി നടന്നാൽ പോലും എല്ലായിടത്തും പോസ്റ്ററുകളും പ്രചാരണങ്ങളും ഒക്കെയായി വളരെ സജീവമാണ്. മറ്റിടങ്ങളിലും സമാനമാണ് സ്ഥിതി. ഇനി അതില്ലാത്തടത്ത് ഇന്നത്തെ ദിവസം കൂടി കഴിയുന്നതോടെ ആവേശഭരിതമായ കാഴ്ചകളിലേക്കാണ് പോവുക. ഏറ്റവും കേരളം തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമാക്കുന്ന നാടാണ് കേരളം. ആ ഉത്സവ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ ദിവസത്തോടെ നമ്മൾ.